വെറും പടുവിധി, ഇങ്ങനൊരു പ്രസ്താവന അതിൽ കാണുന്നുണ്ട്. അത് ശരിക്കും ഈ വ്യാഖ്യാതാവിനെ കുറിച്ച്, നിരൂപകനെ കുറിച്ചൊക്കെ പണ്ട് മുതലേ നമ്മുടെ ഭാരതീയ കാവ്യശാസ്ത്രത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും മിനിയേച്ചർ ആയിട്ടുള്ള ഒരു രൂപമാണത്. അപ്പൊ ഇതില് ഈ ആസ്വാദനത്തിന്റെയും നിരൂപണത്തിന്റെയും ഒക്കെ ഗഹനതയെ കുറിച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുത്തുകാരൻ മരിച്ചു എന്നാണല്ലോ നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. പിന്നീട് അതിനെ പലവട്ടം ജീവിപ്പിക്കുന്നത് ഓരോ വായനയിലൂടെയുമാണ്. അപ്പോൾ അതിന്റെ ആഴങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിരുന്നോ എന്നുള്ളത്? അങ്ങനെ അതിന്റെ ആഴങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. എന്താന്ന് വെച്ചാല് നമ്മൾ എഴുതി കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ബന്ധം പൂർണ്ണമായിട്ട് അറ്റുപോകും. അപ്പൊ ഇതിനകത്ത് വൈയക്തികമായ ഒരു അനുഭവം കൂടി പറയാം. എന്താന്ന് വെച്ചാല് എഴുതുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആളുകൾ ഇതൊക്കെ പറയുന്നത് വ്യാജമാണെന്നാണ് ധരിച്ചിട്ടുള്ളത്. ഞാൻ കാരണം ഒരു ചെറുകഥ എഴുതുന്ന പോലെ അല്ല ഇതെന്റെ ആദ്യ നോവൽ. ഒരു നോവൽ എഴുതുമ്പോൾ അനുഭവങ്ങളും കഥാപാത്രങ്ങളും എല്ലാം നമ്മുടെ കൂടെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോടൊക്കെ കലഹിച്ചിരുന്നു. അത് ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വൈകി പോയപ്പോൾ ഞാൻ എന്നെ നിർബന്ധിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ശ്രീലങ്കൻ അതുമായിട്ട് ഒരു ബന്ധവുമില്ല, ശ്രീലങ്കൻ പട്ടാൾക്കാർ പോലും ഇത്രയും ക്രൂരത ചെയ്തിട്ടുണ്ട് പാവായിട്ട് തന്നെ. പക്ഷെ പൊട്ടിക്കരഞ്ഞ രാത്രികളുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ നമ്മുടെ ഇപ്പോൾ പുറത്തിറക്കപ്പെട്ട രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതിയായ പേരറിവാള് വളരെ ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ് പേരറിവാളിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ പേരറിവാളിൻ്റെ അധ്യായം എഴുതിയ രാത്രി ഞാൻ പൊട്ടി കരഞ്ഞുപോയി. അപ്പോഴും ഭാര്യയാണ് സമാധാനിപ്പിച്ചത്, സാരമില്ല പേരറിവാളെ നിങ്ങൾ ഓർക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഒരു ഇസൈ പ്രിയ എന്ന് പറഞ്ഞൊരു കുട്ടിക്കാണ്. അതായത് തമിഴ് സിനിമയിൽ അവസരം ലഭിച്ചിട്ടും തമിഴ് സിനിമയിൽ നായികയായിട്ട് അവസരം ലഭിച്ചിട്ടും അതുപേക്ഷിച്ച് ഒരു പൈസ പോലും പ്രതിഫലമില്ലാതിരുന്ന വേലുപ്പിള്ള പ്രഭാകരൻ ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ കാലം വരും. പക്ഷെ വേലുപ്പിള്ള പ്രഭാകരന്റെ ടി വി ഒക്കെ ഉണ്ടായിരുന്നു, നിദർശനം എന്നായിരുന്നു അതിന്റെ പേര്. ആ തമിഴ് സിനിമയിൽ നായികയായിട്ട്, ഇന്നൊക്കെ തമിഴ് സിനിമയിൽ ഏതെങ്കിലും സൈഡ് റോൾ കിട്ടിയാൽ പോലും ചാടിപ്പോകുന്ന കാലമാണ്. നായികത്വം ഉപേക്ഷിച്ച് നയാ പൈസ ചെലവില്ലാതെ നിദർശനം ടി വിക്ക് അവതാരകയായിട്ട് പോയ ആളാണ്, അനൗൺസറായിട്ട് പോയ ആളാണ് ഇസൈ പ്രിയ. അവസാനം ഈ യുദ്ധത്തിന്റെ അവസാനം പിടിക്കപ്പെടുകയുണ്ട്. 100 പേരാണ് അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ട ചതുപ്പിൽ ആഴ്ന്ന നിലയിലാണ് ഇസൈ പ്രിയയെ കണ്ടെത്തുന്നത്, പൂർണ്ണ നഗ്നയായിട്ട്. അതിലേറ്റവും വേദനാജനകമായിട്ടുള്ളത് ഏകദേശം 100ഓളം മനുഷ്യൻ കടിച്ച പാടുകൾ അവിടെ ദേഹത്തുണ്ടായിരുന്നു. അപ്പം അത് ഓർത്ത സമയത്തും അത് ഇപ്പോഴും ഞാൻ കണ്ടു. അപ്പം ഞാൻ ഈ പുസ്തകം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു, അങ്ങനെയാണ് എഴുതിയത്. ഇംഗ്ലീഷിൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ടു ഇസൈ പ്രിയ ഫോർ ദ ടീയേഴ്സ് അൺസ്പെൻഡ് ഓൺ യുവർ പെയിൻസ്. നിന്റെ പുറത്ത് ചെലവഴിക്കപ്പെടാതെ പോയ കണ്ണീരുകൾക്ക്. നമ്മൾ ഒരുപാട് പേരുടെ അനാവശ്യമായ കണ്ണീരുകളൊക്കെ ചെലവഴിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ കണ്ണീര് ചെലവഴിക്കപ്പെടേണ്ടവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കപ്പെടുന്നുണ്ട്. കാരണം നമ്മളെ നറേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഒക്കെ, ചലച്ചിത്രങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്, വ്യാഖ്യാനങ്ങൾ എൻ്റെ ബന്ധം അവിടെ കഴിഞ്ഞു. വ്യാഖ്യാനങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉള്ളത് കൊണ്ട് കൂടിയാണ് എഴുത്തുകാരൻ പടിവിട്ടിയായി അന്നേരം തീരുന്നത്. കാരണം ഇപ്പൊ ഈശ്വരൻ അത് കണ്ട് എൻ്റെ ഒളിപ്പിച്ചു വെച്ച സാധനം കണ്ടുപിടിച്ചില്ലേ, അപ്പൊ തന്നെ ഞാൻ വിട്ടിയാവുമല്ലോ സ്വാഭാവികം. ഞാൻ ഏറ്റവും ഒടുവിൽ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരവാണ് ഇപ്പൊ ഈ പറഞ്ഞത്, ഇസൈ പ്രിയ. കാരണം നമ്മളെ ഏറ്റവും ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഒരു കഥാപാത്രവും അത് തന്നെയായിരുന്നു. കഥാപാത്രമായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ മാത്രം പരാമർശമാവുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും അത് നന്നായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ അതുപോലെ തന്നെ